എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് 10 മിനിറ്റ് കൊണ്ട് രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കാണിച്ചു തരാം. അതിനു വേണ്ടി ഉള്ള ഐറ്റങ്ങൾ: 2 മുട്ട, 2 വലിയ സവാള, ഒരു നല്ല തക്കാളി, ചെറുതാണെങ്കിൽ 2 എണ്ണം വേണം, നല്ലൊരു കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, 1 സ്പൂൺ ജീരകം, ഒരു ചെറിയൊരു സ്പൂൺ നിറച്ച് ഉപ്പ് നമുക്ക് പാകത്തിന് ചെക്ക് ചെയ്തിട്ടിടാം, മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂണ്, പിന്നെ ഒരു 3 വലിയ സ്പൂൺ വെളിച്ചെണ്ണ. ഈ കട്ടോരിക്കകത്ത് പകുതിയേ ഉള്ളൂ, കണ്ട പകുതി, ഇത്രയും വേണം. എന്നിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും പിന്നെ ഇതിനകത്തിൽ ഒരു മെയിനായിട്ട് ഒരു ഐറ്റവും കൂടി ഇടുന്നുണ്ട്. അത് ഞാനിതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് കാണിച്ചു തരാം. ഗ്യാസിലെ മീഡിയത്തിൽ ഞാൻ ഓൺ ചെയ്ത് വെച്ചു. ഹൈ വേണ്ട, കരിഞ്ഞു പോകും. എന്നിട്ട് ചീനിച്ചട്ടി വെച്ചു. നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം, ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റിലെ ജീരകമാണ് ഇടുന്നത്. പിന്നെ ഞാൻ ഒരൈറ്റം പറയാൻ മറന്നുപോയായിരുന്നു. കാരണം അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 1/2 സ്പൂണ് കടുകും കൂടി ഇടണം. കടുകൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ അത് എല്ലാം നല്ല പൊടി പോലെ അരിയണം, കണ്ടോ, ഇതേപോലെ ഇരിക്കണമേ. അപ്പോൾ ആദ്യം സവാള ഇടുവാണേ. സവാള അങ്ങ് മൊരിയാൻ നിൽക്കണ്ട കേട്ടോ, കാരണം ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇഞ്ചി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളക്, എന്നിട്ട് എല്ലാം കൂടെ നമ്മളെ ഒന്നിച്ച് വഴറ്റിയാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം കേട്ടോ. അല്ലേ, ഞാൻ ആദ്യം എടുത്ത് വെച്ചപ്പോൾ പറയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ഒന്ന് ഇളക്കി ഇതാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാൻ നിൽക്കേണ്ട, ഒന്ന് ഇളക്കി കൂട്ടിച്ചേർക്കുവാണേ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തിലോട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളീനെ ഇട്ടു. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്. ഞാൻ പിന്നെ 2 കഴിക്കാനുള്ള ആഹാരമാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഉപ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർക്കാം. എന്നിട്ട് ഇതിനെല്ലാം കൂടെ ഒന്ന് നമ്മൾ ഇളക്കി ഒന്ന് ശരിയാക്കിയതിന് ശേഷം 1 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഒരു മിനിറ്റ് പോലും വേണ്ട, ഒന്ന് കൂട്ടിച്ചേർത്ത്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തൊരു മെയിൻ സാധനം, 2 പേർക്ക് വയറ് നിറച്ച് കഴിക്കാനായിട്ട് ഇതിനൊരു കട്ടോരി റവ. അതിന് വെള്ളമൊന്നും ഒഴിക്കരുത്. ഈ മസാലയുടെ കൂട്ടത്തിൽ തന്നെ ഇതിനെ ഇട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് വറുത്തെടുത്ത്, കണ്ടോ. അതിന് ശേഷം നമ്മൾ എന്തോരം ഈ ഐറ്റം ഉണ്ട് അതനുസരിച്ച് ചിലപ്പോൾ ഇതുപോലെ 2 പാത്രം വേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ കുറച്ചാണ് എടുത്തിരിക്കുന്നത്, 1 കട്ടോരിയല്ലേ ഉള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് ഈ വെള്ളം കൂടി ഒഴിച്ച് വെള്ളത്തിനെ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം നന്നായിട്ട് വറ്റി, കണ്ടോ, ഒരു തുള്ളി പോലും ഇല്ലാതെ. അപ്പോൾ ഇതിനെ 4 സൈഡിലോട്ടും ആക്കിയിട്ട് മുട്ട നമ്മൾ ചെക്ക് ചെയ്യണം. ഒരു പാത്രത്തിൽ സെപ്പറേറ്റ് ഒഴിച്ചിട്ട് വേണം ഒഴിക്കാൻ, അല്ലെങ്കിൽ കേടാ മുട്ട എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും. അത് കാരണം അതിനെ സെൻറ്ററിലോട്ട് ഒഴിക്കുക. എന്നിട്ട് മീഡിയം തീയേ ഇടാവൂ. മീഡിയത്തിലിട്ട് ഇതിനെ നമ്മൾ കൂട്ടിച്ചേർത്ത് വറ്റിച്ചെടുത്ത് കാണിച്ചു തരാം. ചെറിയ തീയിലിട്ട് ചെയ്യാവൂ കേട്ടോ. അതുകൊണ്ട് വേണം മുട്ട നല്ലതുപോലെയായി, കണ്ടോ, അടിയിൽ കരിയത്തൊന്നുമില്ല. വേണമെങ്കിൽ ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ചെയ്യാം, ഹൈയിലിടുകയേ ചെയ്യരുത്. എന്നിട്ട് നമുക്കിതിനെ കൂട്ടിച്ചേർത്ത് എല്ലാം കൂടെ ഒന്ന് ശരിയാക്കിയെടുത്ത് പാത്രത്തിലോട്ട് കോരിയെടുക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.